ഹലോ എവ്രി വൺ, നമ്മളിപ്പോൾ കാണാൻ പോകുന്ന അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സ് ആണ്. എല്ലാം നല്ല ഡിസൈനർ പാറ്റേണിൽ വന്നിട്ടുള്ള പ്രീമിയം കളക്ഷനാണ്. വളരെ ക്ലാസി ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള പാറ്റേണുമാണ്. ഒന്ന് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി, അത് ഹാൻഡ് വർക്ക് ആയിട്ട് വരുന്നത്. മറ്റൊന്ന് വന്നിട്ടുള്ളത് മെഷീൻ എംബ്രോയ്ഡറി വരുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന പ്രോഡക്റ്റ്സ് എല്ലാം വന്നിട്ടുള്ളത് നെറ്റ് കോട്ടയിലാണ്, സോഫ്റ്റ് നെറ്റ് കോട്ടയാണ്. മറ്റൊന്ന് വന്നിട്ടുള്ളത് തെച്ചി കോട്ടയിലുമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ നമുക്ക് 4 കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു പീച്ചാണ്, ഒരു ലൈറ്റ് പീച്ച് കളർ ടോണിലോട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക്. അപ്പോൾ ഓൾറെഡി ഫാബ്രിക് വളരെ സോഫ്റ്റാണ്, ഇതുപോലെ വരും. നെറ്റ് കോട്ട ചിലപ്പോൾ നമുക്കറിയാം കുറച്ച് ഒരു അത്ര സോഫ്റ്റ് അല്ലാതെ ഉള്ള മെറ്റീരിയലും ഉണ്ട്, പക്ഷേ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൽ ഡിജിറ്റൽ പ്രിൻറ്റ്സ് പോയിട്ടുണ്ട്. അതൊരു ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻ്റാണ്, ഒരു ലൈറ്റ് ഗ്രേ ടോണിലോട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റ്സ് ഓൾ ഓവർ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആ യോക്ക് പോർഷനിലോട്ട് ബോക്സ് പാറ്റേണിൻ്റെ രീതിയിലാണ് ഇത് എംബ്രോയ്ഡറി ചെയ്തെടുത്തിരിക്കുന്നത്. അതിൽ പല കളേഴ്സ് പേസ്റ്റൽ ടോൺസ് ആണ് യൂസ് ചെയ്തിട്ട് എംബ്രോയ്ഡറി ചെയ്തെടുത്തിരിക്കുകയാണ്. ഹാൻഡ് വർക്കായിട്ട് ഇടയ്ക്കൊരു ചെറിയ സീക്വൻസ് വർക്കും വരുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഫ്ലോറൽ പാറ്റേൺ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന രീതിയിലുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ഓൾ ഓവർ പാറ്റേൺ വരുന്നത്. അടുത്തതിൻ്റെ ദുപ്പട്ട വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസി ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. അതും വരുന്നത് ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ്, ഈ സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് കോട്ടയിൽ വന്നിട്ട് അതിലും ആ ഒരു ഡിജിറ്റൽ പ്രിൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ കളർഫുൾ ആയിട്ടുള്ളത് കൊണ്ട് ആ ഒരു ഗ്രേ ടോണിലോട്ട് വരുന്ന ഡിജിറ്റൽ പ്രിൻറ്റ്സ് ഓൾ ഓവർ വന്നിട്ട് ആ കളർഫുൾ ആയിട്ടുള്ള പ്രിൻറ്റുകളിലെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാന്ത വർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ് ഹാൻഡ് വർക്കായിട്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ സീക്വൻസ് വർക്കും വരുന്നുണ്ട്. ഇതുപോലെയാണ് ദുപ്പട്ട ഡിസൈൻ ചെയ്ത് വരുന്നത്. ബോട്ടം ഇതിൻ്റെ വന്നിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക്കിലാണ്. ഇതുപോലെ വരും ഇത് ഓൾ ഓവർ ഡിസൈനിങ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു ആഷ് കളറിലാണ്. സെയിം പാറ്റേൺ തന്നെ, അതിലുള്ള എംബ്രോയ്ഡറിയിലുള്ള കളേഴ്സും എല്ലാം സെയിം തന്നെയാണ് എല്ലാത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. ദുപ്പട്ടയും സെയിം അതേപോലെ തന്നെ ആ ഓരോ കളർഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ബഞ്ചസിലെല്ലാം വന്നിട്ടുള്ളത് കാന്ത സ്റ്റിച്ചുമാണ്. പിന്നെ ഇതിൻ്റെ ബോട്ടം. ഇനി ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു പിങ്ക് മാവ് ഷെയ്ഡിലോട്ടാണ്, മാവ് കളറിലോട്ടാണ്. ഇതുപോലെ വരും ദുപ്പട്ട, ബോട്ടം ഇതുപോലെ വരും. ഇതിലുള്ള ലാസ്റ്റ് ഷെയ്ഡാണ് ഇത് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ടർക്വൈസ് കളർ ടോണിലോട്ടാണ്. സെയിം പാറ്റേൺ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത്, പ്യുവർ കോട്ടണിൽ തന്നെ. ഇനി നമുക്ക് തെച്ചിക്കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ള സെറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് മിൻറ്റ് ഗ്രീനിലോട്ടാണ്. തെച്ചിക്കോട്ടയിലുള്ള പോലത്തെ സെയിം പാറ്റേണിലുള്ള വർക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇത് മെഷീൻ വർക്കായിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട ഫാബ്രിക്കാണ്. ബാക്കിലോട്ട് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ യോക്ക് പോർഷനിൽ മിറർ വർക്ക് വരികയാണ്. മിറർ വർക്ക് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് ഈ സെൽഫ് കളറിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ട് ഫോയിൽ മിറർ വർക്കാണ്. നെക്ക് നമുക്കിവിടെ റൗണ്ട് നെക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്തതിൻ്റെ ദുപ്പട്ട, നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. പ്യുവർ ഷിഫോണാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. അതിൽ എംബ്രോയ്ഡറി വരുന്നു സെൽഫായിട്ട്, സെയിം ത്രെഡിലുള്ള എംബ്രോയ്ഡറി തന്നെയാണ്. അതൊരു ചിക്കൻകാരി പാറ്റേണിലുള്ള എംബ്രോയ്ഡറിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ചുറ്റും ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, സെയിം കളർ ടോണിൽ തന്നെയുള്ള ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം വന്നിട്ടുള്ളത് പ്യുവർ ഷാൻറ്റൂണിലാണ്. ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് 3199 ആണ്. നമുക്കിതിൻ്റെ ബാക്കി കളേഴ്സ് നോക്കാം. അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് പിങ്ക്, അതേപോലെ തന്നെ സെയിം പാറ്റേൺ. ദുപ്പട്ട പിങ്ക് കളറിൽ തന്നെ പ്യുവർ ഷിഫോണിൽ വളരെ സോഫ്റ്റ് ഫാബ്രിക്കാണ് കേട്ടോ. അതുപോലെ ഇതിലുള്ള എംബ്രോയ്ഡറിയിൽ ചെറിയൊരു പാറ്റേണിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ചുറ്റും ആ ഒരു ലേസും എല്ലാം അതേപോലെ തന്നെ വരും. ബോട്ടം വന്നിട്ടുള്ളത് ഷാൻറ്റൂണാണ്. ഇനി അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളൊരു ബട്ടർ യെല്ലോ ആണ്. ഇതിലുള്ള കളേഴ്സ് എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതുപോലെ ബട്ടർ യെല്ലോ ടോണിലോട്ടാണ് ദുപ്പട്ട. അപ്പോൾ ഇത് ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്യുമ്പോഴായിരിക്കും നമുക്കിതിൻ്റെ എക്സാക്ട്ലി കളർ കുറച്ചുകൂടി ഒന്ന് ലിഫ്റ്റ് ചെയ്ത് വരും. ബോട്ടം വന്നിട്ടുള്ളത് ഷാൻറ്റൂണിലാണ്. ഇനി ഇതിൽ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട്. ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ലൈലാക്ക് കളർ ടോണിലാണ്. ഇതുപോലെ വരും ലൈലാക്ക് ഷെയ്ഡിൽ ദുപ്പട്ട ആൻഡ് ബോട്ടം. ഇതുപോലെ 4 കളേഴ്സായിരുന്നു ഇതിലുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കണ്ടത് നെറ്റ് കോട്ടയിൽ തന്നെ 2 ഡിഫറെൻ്റ് ആയിട്ട്, ഒന്ന് തെച്ചിക്കോട്ടയായിരുന്നു, മറ്റൊന്ന് പ്യുവർ നെറ്റ് കോട്ടയിലുമായിരുന്നു. 2 നല്ല ഡിസൈൻസാണ്. നമുക്കൊരു ഫംഗ്ഷൻ ഇടാൻ നല്ലതാണ്. നല്ല ലൈറ്റ് വെയ്റ്റും ആയിരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.